യു യു ഹക്കൂഷോ നെറ്റ്ഫ്ലിക്സിൻ്റെ പുതിയ ഒരു ലൈവ് ആക്ഷൻ സീരീസാണ്. യു യു ഹക്കൂഷോ എന്ന് പറയുന്നത് ഒരു മാംഗ സീരീസ് ആയിരുന്നു. അതിൻ്റെ ഒരു ആനിമേറ്റഡ് സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി അവൈലബിൾ ആണ്. 4 സീസണുള്ള ഒരു സീരീസാണ്. അപ്പോൾ ഈ ഒരു മാംഗ സീരീസിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനായിട്ടാണ് യു യു ഹക്കൂഷോ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. 5 എപ്പിസോഡുള്ള ഒരു കുഞ്ഞ് സീരീസാണ്. പക്ഷേ ഈ ഒരു സീരീസ് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീരീസിൻ്റെ പ്രസൻറ്റേഷനാണ്. നമ്മൾ യൂഷ്വലി കാണാറുള്ള പല സീരീസുകളിലും വലിച്ചു നീട്ടി ലെങ്താക്കി ഒരുപാട് കൊണ്ടുപോയി ക്യാൻസൽ ചെയ്യുന്നതിന് പകരം ഒറ്റ സീസണിൽ ആ കഥ പറഞ്ഞു പോകുന്നു. ആ ഒരു കഥ നമുക്കൊരു കംപ്ലീറ്റ് സീസൺ പറഞ്ഞു പോകുന്നു, സ്റ്റോറി പറഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടും പിന്നെ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയും കൊണ്ടുമാണ് ഞാൻ ഈ ഒരു സീരീസ് നമ്മൾ ഒറ്റ ബിഞ്ച് വാച്ച് ചെയ്ത് കാണുക എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൻ്റെ പല സീരീസുകൾ നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് യു യു ഹക്കൂഷോ എന്ന് പറയുന്നത്. ജാപ്പനീസ് ലാംഗ്വേജ് തന്നെയാണ് ഈ ഒരു സീരീസ് കിടക്കുന്നത്. പക്ഷേ നമുക്കൊട്ടും ബോറടിപ്പിക്കാതെ നമ്മൾ എങ്ങനെ ഓരോ എപ്പിസോഡുകളും 40 to 50 മിനിറ്റ്സ് ഉള്ള ഓരോ എപ്പിസോഡും നമുക്ക് കണ്ടു തീർക്കാം. ഇങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റിലൊക്കെയാണ് ഈ ഒരു സീരീസ് കൊണ്ടുപോകുന്നത്. അങ്ങനെ 5 എപ്പിസോഡിൽ ഒരു ഫുൾ സ്റ്റോറി പറഞ്ഞു പോകുന്നു. നമുക്ക് എങ്ങനെ ലാഗ് അടിപ്പിക്കുന്നില്ല. ആ ഒരു 2 കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു സീരീസ് നല്ലൊരു ബെസ്റ്റ് സീരീസ് എന്നുള്ള നിലയിൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ആ ഒരു സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ വേൾഡ്, ഡീമൻ വേൾഡ് പാരലായിട്ട് പോകും. നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെയാണ്. ഇപ്പം മോൺസ്റ്റർ വേഴ്സ്, ഇപ്പം നമ്മളുടെ ടൈറ്റൻസിൻ്റെ കഥ പറയുന്നതും അങ്ങനെയാണ്. ഭൂമിക്കടിയിൽ തന്നെയാണ് ഈ ഒരു പാരലായിട്ടുള്ള വേൾഡുള്ളത്. അപ്പം ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും. അപ്പം ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ വരുമ്പം സീറ്റഡ് നടക്കും വലിയൊരു ഹോള്, ഒരു വോം ഹോള് പോലെ ഒരു ഹോള് വരുന്നു. അപ്പോൾ അതിനകത്തോടെ ഈ ഒരു ഡീമൻസ് മേപ്പോട്ട് വരുന്നു. അപ്പോൾ ഡീമൻസ് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻസിനെ പ്രൊസസ് ചെയ്യുന്നു. അങ്ങനെ ഹ്യൂമൻസ് ഈ ഒരു ഡീമൻസിൻ്റെ അടിമകളാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഡീമൻസ് ആയിരുന്നു ഈ വേൾഡ് റൂൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനകത്ത് ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം യുസുകെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അങ്ങനെ മരിച്ചു പോയി കഴിയുമ്പം ഈ ഒരു ദൈവങ്ങൾ, അതായത് ഹെല്ലാണോ ഹെവനിലാണോ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു ആളുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പം ഈ യുസുകെ മരിക്കുന്നത് ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ്. അപ്പം ഈ ഒരു ഡീമൻസിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഡീമൻസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഡീമൻ ഡിക്റ്റേറ്റീവായിട്ട് യുസുകെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ആ ഒരു ബോഡി റിസറക്റ്റ് അല്ല റീസ്പോൺ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ആ ഒരു മരിച്ചതിൽ നിന്ന് യുസുകെ എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ ആ ഒരു ഡീമൻസിനെ എങ്ങനെ ഇവർ ഡിഫീറ്റ് ചെയ്യും. അപ്പോൾ യുസുകയുടെ ഫ്രണ്ട്സും കൂടെ ആ ഒരു ഡീമൻസിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യും, ആരാണ് ഈ ഒരു ഡീമൻസിൻ്റെ അഭിപ്രായം, ആരാണ് ഈ ഒരു ഡീമൻസിന് ഈ ഒരു ഡോറ് തുറന്നു കൊടുക്കുന്നത്, അതായത് ഈ 2 വേൾഡ് നമ്മളുടെ കണക്ഷൻ ഉണ്ടല്ലോ, അത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സീരീസാണ്. അനിമേഷനൊന്നും വലിയ ഗംഭീര അനിമേഷൻ ആണെന്നല്ല, അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ പ്രസൻറ്റേഷൻ, അതാണ് ഈ ഒരു സീരീസ് കാണാനുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ ഒരു സീരീസിനെ വേണമെങ്കിൽ ഒരു 3-4 സീസണുകളായിട്ട് വലിച്ചു നീട്ടി ഓരോരുത്തരുടെയും സ്റ്റോറിയൊക്കെ പറഞ്ഞ് നമ്മളെ ലാഗടിപ്പിച്ച് നമ്മളിങ്ങനെ ഓരോ സീസൺ കാണുന്നതും കണ്ട് തീർക്കുന്നതും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കാമായിരുന്നു. പക്ഷേ ഇവരങ്ങനെയൊന്നുമില്ല. ഇവരൊറ്റ സീസണിൽ 5 എപ്പിസോഡിൽ 5 മണിക്കൂർ കൊണ്ട് പറയേണ്ട സ്റ്റോറി എങ്ങനെയാണോ അത് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് തന്നെ അവസാനിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ലാഗ് അടിപ്പിക്കാതെ എങ്ങനെ ഒരു സീരീസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് യു യു ഹക്കൂഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ഉണ്ടോ എന്ന് കൺഫേം ഒന്നുമല്ല. മേ ബി നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അവർ ക്യാൻസൽ ചെയ്യാം, പല നല്ല സീരീസുകളും ഇങ്ങനെ വരുന്നത് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. എന്തായാലും ആനിമേറ്റഡ് സീരീസ് 4 സീസൺ ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഇത്ര നല്ല റേറ്റിംഗ് ഉള്ളൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വരുമ്പോൾ എന്തായാലും അവർ അടുത്തൊരു സീസണെ പറ്റിയിട്ട് ആലോചിക്കാതിരിക്കില്ല. എന്തായാലും അടുത്ത 2-3 സീസണുകളൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതിനകത്തെ എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചില സീരീസുകളിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ഒട്ടും അങ്ങോട്ടൊരു നമുക്ക് അഡാപ്റ്റ് ആവില്ല. പക്ഷേ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ ഭയങ്കര ഇതാണ്. അതായത് ഓരോ ആക്ടേഴ്സിനും കറക്റ്റ് അഡാപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു അഡ്വഞ്ചർ ഫാൻറ്റസി മോഡിൽ പോകുന്നതാണെങ്കിലും അതിനകത്ത് കുറേ കോമഡി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. കോമഡിയും കൂടെ നിറഞ്ഞ ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി സീരീസാണ് യു യു ഹക്കൂഷോ.